ഹായ് ഓൾ, എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 2026 PSC ചോദിച്ച കലാ, സാഹിത്യം, കായികം, സംസ്കാരം എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ ഇനി വരുന്ന എക്സാമിനൊക്കെ ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചു പോകാം. അതുപോലെ തന്നെ 2026 ചോദിച്ച ഓരോ സബ്ജക്റ്റ് വൈസ് ആയിട്ട് കറണ്ട് അഫെയേഴ്സ്, അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇതുപോലെ ഓരോ സബ്ജക്റ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ട്, അതായത് ഇനിയും PSC പഠിച്ച് തുടങ്ങുന്നവർക്കായിട്ട് നമുക്കറിയാം ഏതൊരു സബ്ജക്റ്റ് ഒരു ടോപ്പിക്ക് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് മോക്ക് ടെസ്റ്റ് കിട്ടുകയാണെങ്കിൽ ഉപകാരമായിരിക്കും അല്ലേ. അപ്പോൾ അതിൻ്റെ ഓരോ സബ്ജക്റ്റിനെയും മോക്ക് ടെസ്റ്റ്, അതായത് PSC ചോദിച്ച ചോദ്യങ്ങൾ തന്നെ 2019 മുതൽ PSC ചോദിച്ച എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ നൽകുന്നുണ്ട്. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ, കുറച്ച് ടോപ്പിക്സൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനിടയിൽ തന്നെ നമുക്ക് PSC ചോദിച്ച എല്ലാ ചോദ്യങ്ങളും, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റിനെ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ടോപ്പിക് വൈസ് ആയിട്ട് നോക്കാം കേട്ടോ. അതുപോലെ തന്നെ ഓരോ എക്സാമിന് മുമ്പായിട്ട് നമുക്ക് മോഡൽ പേപ്പേഴ്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ മോഡൽ പേപ്പേഴ്സും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 2025 രസതന്ത്ര നോബൽ സമ്മാനം ഏതിൻ്റെ കണ്ടുപിടുത്തത്തിനാണ് നൽകപ്പെട്ടത്? 2025 രസതന്ത്ര നോബൽ സമ്മാനം ഏതിൻ്റെ കണ്ടുപിടുത്തത്തിനാണ് നൽകപ്പെട്ടത്? ഏതിനായിരുന്നു? മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക് അല്ലേ. 2025 രസതന്ത്ര നോബൽ സമ്മാനം മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക് എന്ന് പറയുന്ന കണ്ടുപിടുത്തത്തിനായിരുന്നു നൽകപ്പെട്ടത്. അപ്പോൾ 2025 നോബൽ സമ്മാനങ്ങൾ നമുക്ക് നോക്കാം. രസതന്ത്രത്തിൽ ലഭിച്ചിട്ടുള്ളത് ആർക്കൊക്കെയാണ്? രസതന്ത്രത്തിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നത് ആർക്കൊക്കെയാണ്? സുസുമ കിറ്റഗാവ, റിച്ചാർഡ് റോബ്സൺ, ഒമർ യാഗി. ആരൊക്കെയാണ്? സുസുമ കിറ്റഗാവ, റിച്ചാർഡ് റോബ്സൺ, ഒമർ യാഗി എന്നീ 3 പേർക്കാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക് പദാർത്ഥങ്ങളെക്കുറിച്ചുള്ള ഗവേഷണത്തിനാണ് 2025 ഇവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഫിസിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിലോ, ഭൗതിക ശാസ്ത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജോൺ ക്ലാർക്ക്, മിഷേൽ ഡെവോറ, ജോൺ മാർട്ടിനീസ്. ആരൊക്കെയാണ്? ജോൺ ക്ലാർക്ക്, മിഷേൽ ഡൊവേറ, അതുപോലെ ജോൺ മാർട്ടിനീസ് എന്നിവർക്കാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. എന്തിൻ്റെ കണ്ടുപിടുത്തത്തിനായിരുന്നു? ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിലെ കണ്ടെത്തലുകൾക്ക്. എന്താണ്? ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിലെ കണ്ടെത്തലുകൾക്കാണ് ഫിസിക്സിൽ നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ആർക്കൊക്കെയാണ്? ജോൺ ക്ലാർക്ക്, മിഷേൽ ഡെവേറ, അതുപോലെ ജോൺ മാർട്ടിനീസ്. ഇനി വൈദ്യശാസ്ത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷിമോൺ സക്കാഗുച്ചി, മേരി ബ്രെങ്കോ, ഫ്രെഡ് റാംസ്ഡെൽ. 3 പേർ തന്നെയാണ്. ഷിമോൺ സക്കാഗുച്ചി, മേരി ബ്രെങ്കോ, ഫ്രെഡ് റാംസ്ഡെൽ എന്നിവർക്കാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ശരീരത്തിലെ ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളെക്കുറിച്ചുള്ള നിർണായക കണ്ടെത്തലുകൾക്കാണ് ഈ നോബൽ സമ്മാനം ലഭിച്ചിട്ടുള്ളത്. ശരീരത്തിലെ ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളെക്കുറിച്ചുള്ള നിർണായക കണ്ടെത്തലുകൾക്കാണ് 2025 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്. അപ്പോൾ വൈദ്യശാസ്ത്രത്തിൽ കണ്ടെത്തിയതാണ് ശരീരത്തിലെ ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളെക്കുറിച്ച്. ഇനി ഭൗതിക ശാസ്ത്രത്തിൽ എന്തായിരുന്നു? ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിലെ കണ്ടെത്തലുകളെക്കുറിച്ച്. ഇനി രസതന്ത്രത്തിലാണെന്നുണ്ടെങ്കിൽ ഇതാണ് മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക്. ഇനി സാഹിത്യം എന്ന് പറയുന്നത് ലഭിച്ചിട്ടുണ്ടായിരുന്നത് ലാസ്ലോ ക്രാസ്നഹോർക്കിയാണ്. മനുഷ്യാവസ്ഥയുടെ ആഴങ്ങൾ തിരയുന്ന രചനകൾക്കാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി സമാധാനമാണെന്നുണ്ടെങ്കിൽ മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾക്ക് ആർക്ക് ലഭിച്ചു? മരിയ കുരീന മച്ചാഡോയ്ക്കാണ് മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി സാമ്പത്തിക ശാസ്ത്രത്തിൽ ജോയൽ മൂക്കിർ, ഫിലിപ്പ് അഗിയോൺ, പീറ്റർ ഹോയിറ്റ്. സൃഷ്ടിപരമായ നാശം എന്ന ആശയത്തിനാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. സാമ്പത്തിക ശാസ്ത്രത്തിലെ 3 പേർക്കാണ് ജോയൽ മൂക്കിർ, ഫിലിപ്പ് അഗിയോൺ, പീറ്റർ ഹോയിറ്റ്. ഇതാണ് സൃഷ്ടിപരമായ നാശം എന്ന ആശയത്തിന്. ഓക്കെ, അപ്പോൾ 2025 നോബൽ സമ്മാനം നമ്മൾ പറഞ്ഞു. അതിലെ കണ്ടുപിടുത്തം ഏതിനൊക്കെയായിരുന്നു പഠിച്ചല്ലോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാൻ എന്ന് നടിക്കുന്നതേ ചിലർ, കുങ്കുമത്തിൻ്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർദഭം. ഈ വരികൾ ആരുടേതാണ്? വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാൻ എന്ന് നടിക്കുന്നതേ ചിലർ, കുങ്കുമത്തിൻ്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർദഭം. ഈ വരികൾ ആരുടേതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, പൂന്താനം നമ്പൂതിരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 37ാം ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായ അർജുന അവാർഡ് ജേതാവ് കൂടിയായ കായിക താരം ആരാണ്? കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 37ാം ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായ അർജുന അവാർഡ് ജേതാവ് കൂടിയായ കായിക താരം ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, എൽദോസ് പോൾ.
കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ചിറക്കൽ, കണ്ണൂർ. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം കണ്ണൂരാണ്, ചിറക്കലാണ്. തപ്പുകൊട്ടി മേളമൊരുക്കി, താളവടിവിൽ താവടി തുള്ളി, പുലവൃത്തമാടി, വിനോദ ഭാഷണങ്ങളിലൂടെ പൊട്ടിച്ചിരി വിടർത്തി, അടവി തുള്ളി, കോലം തുള്ളലിലേക്ക്, കവിഞ്ഞിൻ പാളയിലാണ് കോലങ്ങൾ. ഏത് അനുഷ്ഠാന കലാരൂപത്തെക്കുറിച്ചുള്ളതാണ് ഈ വിവരണങ്ങൾ? ഏതാ പറയുന്നത്? തപ്പുകൊട്ടി മേളമൊരുക്കി, താളവടിവിൽ താവടി തുള്ളി, പുലവൃത്തമാടി, വിനോദ ഭാഷണങ്ങളിലൂടെ പൊട്ടിച്ചിരി വിടർത്തി, അടവി തുള്ളി, കോലം തുള്ളലിലേക്ക്, കവിഞ്ഞിൻ പാളയിലാണ് കോലങ്ങൾ. ഏത് അനുഷ്ഠാന കലാരൂപത്തെക്കുറിച്ചുള്ളതാണ് ഈ വിവരണങ്ങൾ? ആൻസർ ഓപ്ഷൻ ബി ആണ്, പടയണിയെക്കുറിച്ചാണ് പറയുന്നത്. മലയാളത്തിലെ പ്രശസ്തരായ ചില ആട്ടക്കഥാകൃത്തുക്കളെയും അവരുടെ ആട്ടക്കഥകളെയും ചൂടിയെ കൊടുക്കുന്നു. ഇവയിൽ ശരിയായി ചേർത്തെഴുതിയിട്ടുള്ളത് ഏതൊക്കെയാണ്? ഇരയിമ്മൻ തമ്പി അംബരീഷ ചരിതം, അത് തെറ്റാണ്. അശ്വതി തിരുനാൾ ഉത്തരാ സ്വയംവരം, അതും തെറ്റാണ്. അപ്പോൾ ഇത് നമുക്ക് ശരിയായിട്ടുള്ള ഏതാണെന്ന് നോക്കാം. ഇരയിമ്മൻ തമ്പി ഉത്തരാ സ്വയംവരം, ഇരയിമ്മൻ തമ്പി ഉത്തരാ സ്വയംവരം. അശ്വതി തിരുനാൾ അംബരീഷ ചരിതം. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇരയിമ്മൻ തമ്പി ഉത്തരാ സ്വയംവരം, അശ്വതി തിരുനാൾ അംബരീഷ ചരിതം. കോട്ടയ തമ്പുരാൻ കല്യാണ സൗഗന്ധികം ശരിയാണ്. ഉണ്ണായി വാര്യർ നളചരിതം ശരിയാണ്. കോട്ടയത്ത് തമ്പുരാൻ കല്യാണ സൗഗന്ധികം, ഉണ്ണായി വാര്യർ നളചരിതം. അപ്പോൾ ഇരയിമ്മൻ തമ്പി ഉത്തരാ സ്വയംവരം, അശ്വതി തിരുനാൾ അംബരീഷ ചരിതം, കോട്ടയത്ത് തമ്പുരാൻ കല്യാണ സൗഗന്ധികം, ഉണ്ണായി വാര്യർ നളചരിതം. വിഖ്യാത ചിത്രകാരൻ രാജാ രവിവർമ്മയുടെ പുത്രനായ എം രാമവർമ്മ രാജ ആദ്യ ചെയർമാനായ അക്കാദമി ഏതാണ്? വിഖ്യാത ചിത്രകാരൻ രാജാ രവിവർമ്മയുടെ പുത്രനായ എം രാമവർമ്മ രാജ ആദ്യ ചെയർമാനായ അക്കാദമി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, കേരള ലളിതകലാ അക്കാദമി. കേരള ലളിതകലാ അക്കാദമി. ഇന്ത്യ ആദ്യ വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയപ്പോൾ ടീം ക്യാപ്റ്റൻ ആരായിരുന്നു? ഇന്ത്യ ആദ്യ വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയപ്പോൾ ടീം ക്യാപ്റ്റൻ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ്, ഹർമൻപ്രീത് കൗർ. ഹർമൻപ്രീത് കൗർ. കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ കരസ്ഥമാക്കിയ മനുഷ്യന് ഒരു ആമുഖം എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ കരസ്ഥമാക്കിയ മനുഷ്യന് ഒരു ആമുഖം എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്, സുഭാഷ് ചന്ദ്രൻ. സുഭാഷ് ചന്ദ്രൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്ഷേത്ര സംസ്കാരത്തിൻ്റെ ഭാഗമായി AD 6-ാം ശതകം മുതൽ കേരളത്തിൽ നിലനിന്നിരുന്ന ദേവദാസി സമ്പ്രദായത്തിൽ നിന്ന് ഉത്ഭവിച്ചതെന്ന് കരുതപ്പെടുന്ന കലാരൂപം ഏതാണ്? ക്ഷേത്ര സംസ്കാരത്തിൻ്റെ ഭാഗമായി AD 6-ാം ശതകം മുതൽ കേരളത്തിൽ നിലനിന്നിരുന്ന ദേവദാസി സമ്പ്രദായത്തിൽ നിന്ന് ഉത്ഭവിച്ചതെന്ന് കരുതപ്പെടുന്ന കലാരൂപം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, മോഹിനിയാട്ടം. മോഹിനിയാട്ടം. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് മാതൃഭാഷാ പഠനത്തിന് അവസരം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സംരംഭം ഏതാണ്? ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് മാതൃഭാഷാ പഠനത്തിന് അവസരം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സംരംഭം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, മലയാളം മിഷൻ. മുക്തകവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? പ്രാചീന നാടകവുമായി ബന്ധപ്പെട്ട ചടങ്ങാണ് മുക്തകം എന്ന് പറയുന്നു, അത് തെറ്റാണ്. സ്വയം പൂർണ്ണമായ ആശയങ്ങളോട് കൂടിയ ഒറ്റ ശ്ലോകമാണ്, ശരിയാണ്. അക്ഷര ശ്ലോകവുമായി അഭേദ്യമായ ബന്ധമുണ്ട്, അതും ശരിയാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 2ഉം 3ഉം ശരിയാണ്. മുക്തകം എന്ന് വെച്ചാൽ സ്വയം പൂർണ്ണമായ ആശയങ്ങളോട് കൂടിയ ഒറ്റ ശ്ലോകമാണ്. അക്ഷര ശ്ലോകവുമായി അഭേദ്യമായ ബന്ധമുണ്ട്. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ് വാങ്കഡെയുടെ ഹൃദയത്തുടിപ്പുകൾ? വാങ്കഡെയുടെ ഹൃദയത്തുടിപ്പുകൾ ഏതാണ്? കവിതയാണോ, ചലച്ചിത്രമാണോ, ആത്മകഥയാണോ, കായിക ഫീച്ചറാണോ? ആൻസർ ഓപ്ഷൻ ബി ആണ്, കായിക ഫീച്ചർ. കേരളത്തിലെ പ്രാചീന കലകൾ എന്ന പുസ്തകം രചിച്ചതാര്? കേരളത്തിലെ പ്രാചീന കലകൾ എന്ന പുസ്തകം രചിച്ചതാര്? ആൻസർ ഓപ്ഷൻ എ ആണ്, പ്രൊഫസർ അമ്പലപ്പുഴ രാമവർമ്മയാണ് കേരളത്തിലെ പ്രാചീന കലകൾ എന്ന പുസ്തകം രചിച്ചത്. കേരളത്തിലെ പ്രാചീന കലകൾ രചിച്ചതാരാണ്? പ്രൊഫസർ അമ്പലപ്പുഴ രാമവർമ്മ.
ഫോക്ലോർ അക്കാദമിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ. അപ്പോൾ ഫോക്ലോർ അക്കാദമി രണ്ടാമത്തെ പ്രാവശ്യമാണ് ക്വസ്റ്റ്യൻ കാണുന്നത്. കണ്ണൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചിറക്കിലാണെന്ന് പറഞ്ഞു. കണ്ണൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത് ശരിയാണ്. ഇനി ശ്രീ OS ഉണ്ണികൃഷ്ണൻ ചെയർമാനാണ്. ഫോക്ലോർ അക്കാദമിയുടെ ചെയർമാൻ ശ്രീ OS ഉണ്ണികൃഷ്ണനാണ്. അതും ശരിയാണ്. 18 ജൂൺ 1995 സ്ഥാപിച്ചു. തെറ്റാണ്. 1995 ജൂൺ 28-നാണ് സ്ഥാപിച്ചത്. ജൂൺ 28-നാണ് സ്ഥാപിച്ചത്. അപ്പോൾ കേരള ഫോക്ലോർ അക്കാദമി കണ്ണൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശ്രീ OS ഉണ്ണികൃഷ്ണൻ ചെയർമാനാണ്. ജൂൺ 28, 1995 ജൂൺ 28-നാണ് സ്ഥാപിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മലയാളത്തിലെ തനത് നാടകവേദിക്ക് തനതായ സംഭാവന നൽകിയ കലാകാരൻ. മലയാളത്തിലെ തനത് നാടകവേദിക്ക് തനതായ സംഭാവന നൽകിയ കലാകാരനാണ്. ആൻസർ ഓപ്ഷൻ എ കാവാലം നാരായണ പണിക്കർ. മലയാളത്തിലെ തനത് നാടകവേദിക്ക് തനതായ സംഭാവന നൽകിയ കലാകാരനാണ് കാവാലം നാരായണ പണിക്കർ. നാടൻ ജീവിതത്തിൻ്റെ ഇടർച്ചയും പതർച്ചയും ആവിഷ്കരിക്കുന്ന ഇരവിക്കുട്ടിപ്പിള്ള പോര് ഏത് വിഭാഗത്തിൽപ്പെടുന്ന നാടൻ പാട്ടാണ്? നാടൻ ജീവിതത്തിൻ്റെ ഇടർച്ചയും പതർച്ചയും ആവിഷ്കരിക്കുന്ന ഇരവിക്കുട്ടിപ്പിള്ള പോര് ഏത് വിഭാഗത്തിൽപ്പെടുന്ന നാടൻ പാട്ടാണ്? ആൻസർ ഓപ്ഷൻ ഡി തെക്കൻ പാട്ട്. ഏറിയ ദുഃഖത്തിലും ജീവിതോല്ലാസത്തിൻ്റെ വേരുറപ്പിവിടെ പോൽ കാണുമോ വേറെങ്ങാനം. വേരുറപ്പിവിടെ പോൽ കാണുമോ വേറെങ്ങാനം. ഈ വരികൾ രചിച്ച കവി ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് വൈലോപ്പിള്ളി ശ്രീധര മേനോൻ. 2025 പത്മഭൂഷൺ ബഹുമതി ലഭിച്ച മലയാളിയായ കായിക താരം ആരാണ്? 2025 പത്മഭൂഷൺ ബഹുമതി ലഭിച്ച മലയാളിയായ കായിക താരം. ആൻസർ ഓപ്ഷൻ സി ആണ് PR ശ്രീജേഷ്. 2025 പത്മവിഭൂഷൺ ലഭിച്ചിട്ടുള്ളത് MT വാസുദേവൻ നായർക്കാണ്. പത്മവിഭൂഷൺ ലഭിച്ചിട്ടുള്ളത് ആർക്കാണ്? പത്മവിഭൂഷൺ 2025 പത്മവിഭൂഷൺ MTക്കാണ്. MT വാസുദേവൻ നായർക്കാണ്. ഇനി പത്മഭൂഷൺ ലഭിച്ചിട്ടുള്ളത് ശോഭന. മലയാളികളാണ് പറയുന്നത് കേട്ടോ. പത്മഭൂഷൺ ആണെന്നുണ്ടെങ്കിൽ ശോഭന, PR ശ്രീജേഷ്, ഡോക്ടർ ജോസ് ചാക്കോ. PR ശ്രീജേഷ്, ഡോക്ടർ ജോസ് ചാക്കോ. ഇനി പത്മശ്രീ ആണെങ്കിലോ IM വിജയൻ, അതുപോലെ K ഓമനക്കുട്ടിയമ്മ. പത്മശ്രീ ആണെങ്കിൽ IM വിജയൻ, K ഓമനക്കുട്ടിയമ്മ. അപ്പോൾ പത്മവിഭൂഷൺ ആണെന്നുണ്ടെങ്കിൽ MT വാസുദേവൻ നായർ, പത്മഭൂഷൺ ആണെങ്കിൽ ശോഭന, PR ശ്രീജേഷ്, ഡോക്ടർ ജോസ് ചാക്കോ, പത്മശ്രീ IM വിജയൻ, K ഓമനക്കുട്ടിയമ്മ. ഇനി 2026 നോക്കുകയാണെങ്കിൽ പത്മവിഭൂഷൺ ലഭിച്ചിട്ടുള്ളത് മുൻ മുഖ്യമന്ത്രിയായ VS അച്യുതാനന്ദനാണ്. VS അച്യുതാനന്ദനാണ് 2026 പത്മവിഭൂഷൺ ലഭിച്ചത്. ഇനി ജസ്റ്റിസ് KT തോമസിനും P നാരായണനും പത്മവിഭൂഷണ് അർഹരായിട്ടുണ്ട്. അപ്പോൾ 3 പേരാണ് VS അച്യുതാനന്ദൻ, അതുപോലെ ജസ്റ്റിസ് KT തോമസ്, P നാരായണൻ. പത്മഭൂഷൺ മമ്മൂട്ടിക്കും വെള്ളാപ്പള്ളി ആശാനാണ്. പത്മഭൂഷൺ ലഭിച്ചത് മമ്മൂട്ടിക്കും വെള്ളാപ്പള്ളി ആശാനാണ്. ഇനി പത്മശ്രീ ലഭിച്ചിട്ടുള്ളത് AE മുത്തുനായകം, കലാമണ്ഡലം വിമല മേനോൻ, കൊല്ലക്കൽ ദേവകിയമ്മ. അപ്പോൾ ആരൊക്കെയാണ് 2026 പത്മശ്രീ പുരസ്കാരങ്ങൾ നോക്കുകയാണെങ്കിൽ പത്മവിഭൂഷൺ ലഭിച്ചിട്ടുള്ളത് മലയാളത്തിൽ നിന്നും 3 പേർക്കാണ്. കേരളത്തിൽ നിന്ന് VS അച്യുതാനന്ദൻ, ജസ്റ്റിസ് KT തോമസ്, P നാരായണൻ. ഇനി പത്മഭൂഷൺ ലഭിച്ചിട്ടുള്ള 2 മലയാളികളാണ്, മമ്മൂട്ടിയും വെള്ളാപ്പള്ളി നടേശനും. ഇനി പത്മശ്രീ ലഭിച്ചിട്ടുള്ള 3 മലയാളികളാണ് AE മുത്തുനായകം, കലാമണ്ഡലം വിമല മേനോൻ, കൊല്ലക്കൽ ദേവകിയമ്മ. 2026 2025 പഠിച്ചു. നെക്സ്റ്റ് താഴെ പറയുന്നതിൽ ശരിയേത്? ബാനു മുഷ്താഖിൻ്റെ ചെറുകഥാ സമാഹാരമായ ഹാർട്ട് ലാമ്പ് 2025 ഇൻ്റർനാഷണൽ ബുക്കർ സമ്മാനം നേടി. 2025 ഇൻ്റർനാഷണൽ ബുക്കർ സമ്മാനം ഹാർട്ട് ലാമ്പിനാണ് ലഭിച്ചിട്ടുള്ളത്. ബാനു മുഷ്താഖിൻ്റെ ചെറുകഥയാണ്. KR മീരയുടെ നോവലായ കലാച്ചി 2025 ജ്ഞാനപീഠ പുരസ്കാരം നേടി എന്ന് പറയുന്നു. നമുക്കറിയാം 2025 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ള ആൾക്കായിരുന്നു വീരമുത്തുവിനായിരുന്നു അല്ലേ? അപ്പോൾ അത് തെറ്റാണ്. ഇനി ഈ സന്തോഷ് കുമാറിൻ്റെ നോവലായ തപോമയുടെ അച്ഛൻ 2025 വയലാർ പുരസ്കാരം നേടി. 2025 വയലാർ പുരസ്കാരം നേടിയത് ഈ സന്തോഷ് കുമാറാണ്. നോവൽ ഏതാണ്? തപോമയുടെ അച്ഛൻ. ഇനി R രാജശ്രീയുടെ നോവലായ ആത്രേയകം 2025 എഴുത്തച്ഛൻ പുരസ്കാരം നേടി എന്ന് പറയുന്നു.
2025 എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കായിരുന്നു? KG ശങ്കരപിള്ളയ്ക്കായിരുന്നു അല്ലേ? KG ശങ്കരപിള്ളയ്ക്കായിരുന്നു 2025 എഴുത്തച്ഛൻ പുരസ്കാരം. അപ്പോൾ നമുക്ക് ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 3 ആണ് അവിടെ ശരിയായിട്ടുള്ളത്. ബാനു മുഷ്താഖിൻ്റെ ചെറുകഥാ സമാഹാരമായ ഹാർട്ട് ലാമ്പ് 2025 ഇൻ്റർനാഷണൽ ബുക്ക് സമ്മാനം നേടി. പിന്നെ 2025 ജ്ഞാനപീഠ പുരസ്കാരം R വൈരമുത്തുവിനാണ്. അതുപോലെ 2025 വയലാർ പുരസ്കാരം E സന്തോഷ് കുമാറിൻ്റെ നോവലായ തപോമയുടെ അച്ഛൻ. 2025 എഴുത്തച്ഛൻ പുരസ്കാരം ശങ്കരപിള്ള. യുനെസ്കോയുടെ നേതൃത്വത്തിൽ ഐക്യരാഷ്ട്രസഭ ഏത് വർഷത്തെ അന്താരാഷ്ട്ര ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വർഷമായി ആചരിക്കുന്നു? യുനെസ്കോയുടെ നേതൃത്വത്തിൽ ഐക്യരാഷ്ട്രസഭ ഏത് വർഷത്തെയാണ് അന്താരാഷ്ട്ര ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വർഷമായി ആചരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്, 2025. മലയാളത്തിൽ ആദ്യമായി ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയത് ആരാണ്? മലയാളത്തിൽ ആദ്യമായി ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ സി, അടൂർ ഗോപാലകൃഷ്ണനാണ് ആദ്യമായിട്ട് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിക്കുന്നത്. 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? മോഹൻലാലിനാണ്. അപ്പോൾ ആദ്യമായിട്ട് ലഭിച്ചത് ആർക്കാണ്? അടൂർ ഗോപാലകൃഷ്ണൻ. ആരുടെ ജന്മദിനമാണ് ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത്? ദേശീയ കായിക ദിനം എന്നാണ് ദേശീയ കായിക ദിനം? ഒന്ന് കമൻറ്റ് ചെയ്യണേ. ആരുടെ ജന്മദിനമാണ് ദേശീയ കായിക ദിനമായിട്ട് ആചരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി, മേജർ ധ്യാൻചന്ദിൻ്റെ ജന്മദിനമാണ് ദേശീയ കായിക ദിനമായിട്ട് ആചരിക്കുന്നത്. ഹാ വിജുഗീഷു മൃത്യുവിൻ നാമോ ജീവിതത്തിൽ കൊടിപ്പടം താഴ്ത്താൻ. ഈ വരികൾ ഏത് കൃതിയിലേതാണ്? ഹാ വിജുഗീഷു മൃത്യുവിൻ നാമോ ജീവിതത്തിൽ കൊടിപ്പടം താഴ്ത്താൻ. ഈ വരികൾ ഏത് കൃതിയിലേതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, കന്നിക്കൊയ്ത്ത്. പ്രച്ഛന്ന ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ആര്? പ്രച്ഛന്ന ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി, ശങ്കരാചാര്യരെയാണ് പ്രച്ഛന്ന ബുദ്ധൻ എന്നറിയപ്പെടുന്നത്. 2024 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2024 ഓടക്കുഴൽ പുരസ്കാരമാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, K അരവിന്ദാക്ഷൻ. ഇപ്പോൾ 2025 ഓടക്കുഴൽ പുരസ്കാരം K അരവിന്ദാക്ഷൻ്റെ ഗോപ എന്ന് പറയുന്ന നോവലിനാണ്. ഗോപ എന്ന് പറയുന്ന നോവലിനാണ്. അപ്പോൾ 2024 നമ്മൾ പറഞ്ഞത്. 2025 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? EP രാജഗോപാലൻ്റെ ഉൾക്കഥയ്ക്കാണ് അല്ലേ? EP രാജഗോപാലൻ. EP രാജഗോപാലൻ്റെ ഇതാണ് ഉൾക്കഥ. 2023 പഠിച്ചു വെച്ചിരിക്കുക. 2023 PN ഗോപികൃഷ്ണനായിരുന്നു. 2023 ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ PN ഗോപികൃഷ്ണൻ. കവിത മാംസഭോജിക്ക് PN ഗോപികൃഷ്ണനാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. 2022 ആർക്കാണ്? അംബികാസുധൻ മങ്ങാടിൽ. 2022 ലഭിച്ചിട്ടുണ്ടായിരുന്നത് അംബികാസുധൻ മങ്ങാടിനാണ്. 2021 സാറ ജോസഫിനാണ്. അപ്പോൾ 2022 അംബികാസുധൻ മങ്ങാടിൻ്റെ പ്രാണവായു. 2023 PN ഗോപികൃഷ്ണൻ കവിത മാംസഭോജിക്ക്. 2024 K അരവിന്ദാക്ഷൻ ഗോപ എന്ന് പറയുന്ന നോവൽ. 2025 EP രാജഗോപാലൻ ഉൾക്കഥ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒളിമ്പിക്സിൽ ചിന്നത്തമ്പി അണ്ണാവി ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട് പ്രശസ്തി നേടി? ചിന്നത്തമ്പി അണ്ണാവി ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട് പ്രശസ്തി നേടി? ആൻസർ ഓപ്ഷൻ എ ആണ്, ചവിട്ടുനാടകം. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി ആര്? ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളിയാണ് CK ലക്ഷ്മൺ. അപ്പുക്കിളി എന്ന കഥാപാത്രം ഏത് മലയാള നോവലിലുള്ളതാണ്? അപ്പുക്കിളി എന്ന കഥാപാത്രം ഏത് മലയാള നോവലിലുള്ളതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഖസാക്കിൻ്റെ ഇതിഹാസം. ശബരിമല ക്ഷേത്രം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ശബരിമല ക്ഷേത്രം. ആൻസർ ഓപ്ഷൻ സി, പത്തനംതിട്ട. 2025 ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള ഓഡിയൻസ് പോൾ പുരസ്കാരം ലഭിച്ച ചിത്രമേത്? 2025 ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള ഓഡിയൻസ് പോൾ പുരസ്കാരം ലഭിച്ച ചിത്രമേത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, തന്തപ്പേര്. മച്ചാട്ടിളിയത് ഏത് സാഹിത്യശാഖയിലാണ് പ്രസിദ്ധി നേടിയിട്ടുള്ളത്? മച്ചാട്ടിളയത് ഏത് സാഹിത്യശാഖയിലാണ് പ്രസിദ്ധി നേടിയിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ ബി, തിരുവാതിരപ്പാട്ട്. ചേരമാൻ ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏത്? ചേരമാൻ ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏത്? ആൻസർ ഓപ്ഷൻ ബി, കൊടുങ്ങല്ലൂർ.
2025 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം മലയാളത്തിൽ നേടിയതാര്? 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം നേടിയത് ആൻസർ ഓപ്ഷൻ ബി ആണ്, അഖിൽ പി ധർമ്മജൻ. അഖിൽ പി ധർമ്മജൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അഷ്ടപദിയാട്ടം എന്ന കേരളീയ ദൃശ്യകലാരൂപത്തിന് അവലംബമായ സാഹിത്യകൃതി ഏത്? അഷ്ടപദിയാട്ടം എന്ന കേരളീയ ദൃശ്യകലാരൂപത്തിന് അവലംബമായ സാഹിത്യകൃതി ഇത്. ആൻസർ ഓപ്ഷൻ സി ഗീതാ ഗോവിന്ദം. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന സ്റ്റേഡിയം. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന സ്റ്റേഡിയം. ആൻസർ ഓപ്ഷൻ ഡി കലിംഗ സ്റ്റേഡിയം ഭുവനേശ്വർ. കലിംഗ സ്റ്റേഡിയം ഭുവനേശ്വർ. യുനെസ്കോയുടെ പൈതൃക സാംസ്കാരിക ആഘോഷങ്ങളുടെ പട്ടികയിൽ പുതുതായി ഉൾപ്പെട്ട ഇന്ത്യൻ ആഘോഷം. യുനെസ്കോയുടെ പൈതൃക സാംസ്കാരിക ആഘോഷങ്ങളുടെ പട്ടികയിൽ പുതുതായി ഉൾപ്പെട്ട ഇന്ത്യൻ ആഘോഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ദീപാവലി. എസ് കെ പൊറ്റക്കാട്ടിൻ്റെ കൃതികളെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? യാത്രാനുഭവങ്ങൾ സഞ്ചാരിയുടെ ഗീതങ്ങൾ എന്ന പേരിൽ കവിതകളായി ആവിഷ്കരിച്ചിട്ടുണ്ട്. എസ് കെ പൊറ്റക്കാട്ടിൻ്റെ കൃതികളാണ് യാത്രാനുഭവങ്ങൾ സഞ്ചാരിയുടെ ഗീതങ്ങൾ എന്ന പേരിൽ കവിതകളായി ആവിഷ്കരിച്ചിട്ടുണ്ട്. ശരിയാണ്. കോഴിക്കോടിനടുത്തുള്ള മുക്കം എന്ന ഉൾനാടൻ ഗ്രാമത്തെ പശ്ചാത്തലമാക്കി എഴുതിയ നോവലാണ് വിഷകന്യക. അത് തെറ്റാണ്. അതാണ് തെറ്റായിട്ട് വന്നത്. ആത്മകഥാപരമായ നോവൽ എന്ന് എസ് കെ പൊറ്റക്കാട്ട് തന്നെ വിശേഷിപ്പിച്ച കൃതിയാണ് ഒരു ദേശത്തിൻ്റെ കഥ. അത് ശരിയാണ്. എസ് കെ പൊറ്റക്കാട്ട് രചിച്ച നാടകമാണ് അച്ഛൻ എന്ന് പറയുന്നത്. അതും ശരിയാണ്. യാത്രാനുഭവങ്ങൾ സഞ്ചാരിയുടെ ഗീതങ്ങൾ എന്ന പേരിൽ കവിതകളായിട്ട് ആവിഷ്കരിച്ചു. ആത്മകഥാപരമായ നോവൽ എന്ന് എസ് കെ പൊറ്റക്കാട്ട് വിശേഷിപ്പിച്ചത് ഒരു ദേശത്തിൻ്റെ കഥയാണ്. എസ് കെ പൊറ്റക്കാട്ട് രചിച്ച നാടകമാണ് അച്ഛൻ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നെഹ്റു ട്രോഫി വള്ളംകളിക്ക് ചേരുന്നത് ഏത്? സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ച് പുന്നമടക്കായലിൽ നടത്തുന്ന വള്ളംകളിയാണ് നെഹ്റു ട്രോഫി വള്ളംകളി എന്ന് പറയുന്നു. അതാണ് അവിടെ ശരിയായിട്ട് വന്നത്. സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ച് പുന്നമടക്കായലിൽ നടത്തുന്ന വള്ളംകളിയാണ് നെഹ്റു ട്രോഫി വള്ളംകളി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മുറിച്ചിപ്പത്തനം എന്നും അറിയപ്പെട്ടിരുന്ന തുറമുഖം ഏത്? മുറിച്ചിപ്പത്തനം എന്നും അറിയപ്പെട്ടിരുന്ന തുറമുഖം. ആൻസർ ഓപ്ഷൻ എ മുസിരിസ്. ഈ ഗെയിംസ് ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് എന്നറിയപ്പെടുന്നു. ഈ ഏത് ഗെയിംസ് ആണ് ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് എന്നറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ സി കോമൺവെൽത്ത് ഗെയിംസിനെയാണ് ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ്. ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത. ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത. ആൻസർ ഓപ്ഷൻ ബി കർണം മല്ലേശ്വരി. 2026 ഫിഫ ലോകകപ്പ് വേദി. 2026 ഫിഫ ലോകകപ്പ് വേദി ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇവയെല്ലാം ശരിയാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, മെക്സിക്കോ, കാനഡ. 2026 ഫിഫ ലോകകപ്പ് വേദികളാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, മെക്സിക്കോ, കാനഡ. ടേബിൾ ടെന്നീസിൽ 2023 അർജുന അവാർഡ് നേടിയത് ആരാണ്? ടേബിൾ ടെന്നീസിൽ 2023 അർജുന അവാർഡ് നേടിയത് ആരാണ്? ഐഹിക മുഖർജി. GR ഇന്ദു ഗോപൻ്റെ അനോ എന്ന നോവലിനെ കുറിച്ചും അതിൻ്റെ ചരിത്ര പശ്ചാത്തലത്തെക്കുറിച്ചും ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. 16-ാം നൂറ്റാണ്ടിലെ ഒരു വെള്ള ആൽബിനോ ആനയുടെയും അതിൻ്റെ പാപ്പാൻ്റെയും കൊച്ചിയിൽ നിന്ന് റോമിലേക്കുള്ള യാത്രയാണ് അനോ എന്ന നോവൽ ചിത്രീകരിക്കുന്നത്. അപ്പോൾ GR ഇന്ദു ഗോപൻ്റെയാണ് അനോ എന്ന് പറയുന്ന നോവൽ. 16-ാം നൂറ്റാണ്ടിലെ ഒരു വെള്ള ആൽബിനോ ആനയുടെയും അതിൻ്റെ പാപ്പാൻ്റെയും കൊച്ചിയിൽ നിന്ന് റോമിലേക്കുള്ള യാത്രയാണ് അനോ എന്ന നോവൽ ചിത്രീകരിക്കുന്നത്. ശരിയാണ്. കേരളത്തിൻ്റെ നവോത്ഥാന യൂറോപ്പുമായുള്ള ചരിത്രപരമായ സമുദ്രാന്തര ബന്ധങ്ങൾ പരിവേഷണം ചെയ്യുന്ന നോവലാണ് GR ഇന്ദു ഗോപൻ്റെ അനോ എന്ന നോവൽ. കേരളത്തിൻ്റെ നവോത്ഥാന യൂറോപ്പുമായുള്ള ചരിത്രപരമായ സമുദ്രാന്തര ബന്ധങ്ങൾ പരിവേഷണം ചെയ്യണം. പ്രസ്താവന 3. കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ വ്യാപ്തിയെ അതിനെ ആഖ്യാനത്തിലൂടെ വിശാലമാക്കുന്ന നിരൂപക പ്രശംസ നേടിയ ഈ കൃതിക്ക് 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. 2025 കേരള സാഹിത്യ അക്കാദമി അവാർഡാണ് GR ഇന്ദു ഗോപൻ്റെ അനോ എന്ന് പറയുന്ന നോവലിന് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ അതവിടെ തെറ്റായി. ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം ആണ് ശരിയായിട്ട് വന്നത്. 2025 കേരള സാഹിത്യ അക്കാദമി ലഭിച്ചിട്ടുള്ളത് നോവലിൽ GR ഇന്ദു ഗോപൻ്റെ അനോയാണ്. ഇനി കവിതയിലാണെന്നുണ്ടെങ്കിൽ മുരിങ്ങ വാഴ കറിവേപ്പ് അനിത തമ്പിയുടെ മുരിങ്ങ വാഴ കറിവേപ്പ്. അനിത തമ്പിയുടെ മുരിങ്ങ വാഴ കറിവേപ്പ്. ഷോർട്ട് സ്റ്റോറിക്ക് ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര. ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര വി ഷിനിലാൽ. ഇനി എൻഡോമെൻ്റ് അവാർഡ് എസ്സേക്ക് പൂക്കലയുടെ പുസ്തകം M സ്വരാജ്.
ഇനി ഫെല്ലോഷിപ്പ് വിശിഷ്ട അംഗത്വം KV രാമകൃഷ്ണൻ ആൻഡ് ഏഴാശ്ശേരി രാമചന്ദ്രൻ. അപ്പോൾ 2025 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നോക്കുകയാണെങ്കിൽ നോവലിൽ GR ഇന്ദുഗോപിൻ്റെയാണ്. പോയട്രി മുരിങ്ങാവാഴ കറിവേപ്പ് ബൈ അനിത തമ്പി. ഷോർട്ട് സ്റ്റോറി ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര ബൈ V ശിനിലാൽ. എൻഡോമെൻ്റ് അവാർഡാണ് പൂക്കരയുടെ പുസ്തകം M സ്വരാജിന് ലഭിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മലയാളത്തിലെ ഇതിഹാസ കവി കുഞ്ചൻ നമ്പ്യാരെ കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. കുഞ്ചൻ നമ്പ്യാരെ കുറിച്ചാണ്. പ്രസ്താവന 1. 18-ാം നൂറ്റാണ്ടിലെ തുള്ളൽ കലാരൂപത്തിൻ്റെ ശില്പിയായ കുഞ്ചൻ നമ്പ്യാർ തൻ്റെ രചനകളിൽ മൂർച്ചയുള്ള സാമൂഹിക വിമർശനവും നർമ്മവും സമന്വയിപ്പിച്ചതിന് ജനകീയ കവി എന്ന് ആഘോഷിക്കപ്പെടുന്നു. ജനകീയ കവിയായിട്ട് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരെയാണ്? കുഞ്ചൻ നമ്പ്യാരെ കുറിച്ചാണ്. 18-ാം നൂറ്റാണ്ടിലെ തുള്ളൽ കലാരൂപത്തിൻ്റെ ശില്പിയാണ് കുഞ്ചൻ നമ്പ്യാർ. തൻ്റെ രചനകളിൽ മൂർച്ചയുള്ള സാമൂഹിക വിമർശനവും നർമ്മവും സമന്വയിപ്പിച്ചതിന് ജനകീയ കവിയായിട്ട് ആഘോഷിക്കപ്പെടുന്നു. നെക്സ്റ്റ് പ്രസ്താവന, മലയാളത്തിലെ ആദ്യത്തെ ഭാഷാ ചരിത്രകാരനായ P. ഗോവിന്ദപിള്ളയാണ് നമ്പ്യാരുടെ കൃതികളെ ആദ്യമായി പട്ടികപ്പെടുത്തിയത്. അദ്ദേഹത്തിൻ്റെ പ്രാരംഭ പട്ടികയിൽ കൃത്യമായി 60 തുള്ളൽ രചനകൾ തിരിച്ചറിഞ്ഞു. അത് തെറ്റാണ്. കാരണം മലയാളത്തിലെ ആദ്യത്തെ ഭാഷാ ചരിത്ര ഗ്രന്ഥം എന്ന് പറയുന്നത് ഇതാണ്, മലയാള ഭാഷാ ചരിത്രമാണ്. ഇത് രചിച്ച P. ഗോവിന്ദപിള്ളയ്ക്ക് കുഞ്ചൻ നമ്പ്യാരുടെ കൃതികളെ കൃത്യമായി 60 എണ്ണം എന്ന പ്രാരംഭ പട്ടികയിൽ തിട്ടപ്പെടുത്താൻ കഴിഞ്ഞിരുന്നില്ല. കൃത്യമായ വിവരങ്ങൾ ലഭ്യമല്ലാത്തതിനാൽ അദ്ദേഹത്തിന് അത് അക്കാലത്ത് പൂർണ്ണമായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതാണ് അവിടെ തെറ്റായിട്ട് വന്നത്. അപ്പോൾ ആദ്യമായി പട്ടികപ്പെടുത്തി എന്ന് പറയുന്നത് തെറ്റാണ്. ഇനി പ്രസ്താവന 3. സാഹിത്യ പഞ്ചാനൻ കണ്ടെത്തിയ സുന്ദോപാഖ്യാനം ഉൾപ്പെടുന്ന വിവിധ പ്രസിദ്ധീകരണങ്ങളിലൂടെ നമ്പ്യാർക്ക് അവകാശപ്പെട്ട കൃതികളുടെ എണ്ണം കാലക്രമേണ വികസിച്ചു. അത് ശരിയാണ്. ഓക്കെ, അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1, 3 ആണ് ശരിയായിട്ട് വന്നത്. സാഹിത്യ പഞ്ചാനൻ കണ്ടെത്തിയ സുന്ദോപാഖ്യാനം ഉൾപ്പെടുത്തുന്നതുൾപ്പെടെ വിവിധ പ്രസിദ്ധീകരണങ്ങളിലൂടെ നമ്പ്യാർക്ക് അവകാശപ്പെട്ട കൃതികളുടെ എണ്ണം കാലക്രമേണ വികസിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കവി T. ഉബൈദിനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി വരുന്നത്? T. ഉബൈദ് ഒരു ദ്വിഭാഷാ കവിയായിരുന്നു. അദ്ദേഹം മലയാളം കന്നഡ സാഹിത്യത്തിന് ഗണ്യമായ സംഭാവനകൾ നൽകി. അത് ശരിയാണ്. T. ഉബൈദ് ഒരു ദ്വിഭാഷാ കവിയായിരുന്നു. അദ്ദേഹം മലയാളം കന്നഡ സാഹിത്യത്തിന് ഗണ്യമായ സംഭാവനകൾ നൽകി. അത് ശരിയാണ്. നെക്സ്റ്റ് വരുന്നത് എന്താണ്? കേരള രൂപീകരണ കാലഘട്ടത്തിൽ കവി മലയാളം തൻ്റെ പ്രാഥമിക മാധ്യമമായി തിരഞ്ഞെടുത്തപ്പോൾ കന്നഡ ഭാഷയോടുള്ള പ്രതീകാത്മക വിടവാങ്ങലായിട്ടാണ് വിടവാങ്ങൽ എന്ന കവിത എഴുതിയത്. അതും ശരിയാണ്. കേരള രൂപീകരണ കാലഘട്ടത്തിൽ കവി മലയാളം തൻ്റെ പ്രാഥമിക മാധ്യമമായി തിരഞ്ഞെടുത്തപ്പോൾ കന്നഡ ഭാഷയോടുള്ള പ്രതീകാത്മക വിടവാങ്ങലായിട്ടാണ് വിടവാങ്ങൽ എന്ന കവിത എഴുതിയത്. ഇനി 1908 കാസർഗോഡിൽ നടന്ന സാഹിത്യ പരിഷത്ത് സമ്മേളനത്തിലാണ് വിടവാങ്ങൽ ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടത്. അത് തെറ്റാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം ആണ് ശരിയായിട്ട് വന്നത്. 1908 നിന്നാണ് തന്നിരിക്കുന്നത്. 1968 കാസർഗോഡിൽ നടന്ന സാഹിത്യ പരിഷത്ത് സമ്മേളനത്തിലാണ് വിടവാങ്ങൽ ആദ്യമായിട്ട് അവതരിപ്പിക്കപ്പെട്ടത്. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ തെറ്റായിട്ട് വന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രസിദ്ധമായ ഒരു ചരിത്രശാസ്ത്രകൃതി ത്വാബഖത്ത് അൽ ഉമം എഴുതിയത് ആരാണ്? പ്രസിദ്ധമായ ഒരു ചരിത്രശാസ്ത്രകൃതി ത്വാബഖത്ത് അൽ ഉമം എഴുതിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ഖാദി സോയിദ് അൽ അന്ദലൂസി. ഖാദി സോയിദ് അൽ അന്ദലൂസി രചിച്ച കൃതിയാണ് ത്വാബഖത്ത് അൽ ഉമം. 2025 ജൂണിൽ ICC ക്രിക്കറ്റ് ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ്? 2025 ജൂണിൽ ICC ക്രിക്കറ്റ് ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. മഹേന്ദ്ര സിംഗ് ധോണി. നെക്സ്റ്റ്, റോമൻ ഗ്രീക്ക് സംസ്കാരങ്ങളുമായി വിപുലമായ സമുദ്ര വ്യാപാരത്തിന് പേരുകേട്ട പുരാവസ്തു പൈതൃക പദ്ധതിയുടെ ഭാഗമായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഒരു പുരാതന തുറമുഖ നഗരം. റോമൻ ഗ്രീക്ക് സംസ്കാരങ്ങളുമായി വിപുലമായ സമുദ്ര വ്യാപാരത്തിന് പേരുകേട്ട പുരാവസ്തു പൈതൃക പദ്ധതിയുടെ ഭാഗമായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഒരു പുരാതന തുറമുഖ നഗരം. ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്, മുസിരിസ്. ഏറ്റവും കൂടുതൽ തവണ മികച്ച ചലച്ചിത്ര ഗാന രചയിതാവിനുള്ള സംസ്ഥാന അവാർഡ് നേടിയത് ആരാണ്? ഏറ്റവും കൂടുതൽ തവണ മികച്ച ചലച്ചിത്ര ഗാന രചയിതാവിനുള്ള സംസ്ഥാന അവാർഡ് നേടിയത് ആൻസർ ഓപ്ഷൻ ബി, ONV കുറുപ്പ്.
ബാസ്കറ്റ് ബോളിൽ ഗോളുകൾ നേടാൻ ഷൂട്ടിംഗ് ആവശ്യമാണ്. ഷൂട്ടിംഗ് എന്നത് എന്താണ്? ഷൂട്ടിംഗ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു കഴിവാണ് അല്ലേ? ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ഒരു കഴിവ്. ടെന്നീസിൽ ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ ടെന്നീസ് കളിക്കാരൻ ആരാണ്? ടെന്നീസിൽ ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ ടെന്നീസ് കളിക്കാരൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ലിയാണ്ടർ പേസ്. കേരള കായിക ദിനമായി ആചരിക്കുന്നത്, ദേശീയ കായിക ദിനം കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേരള കായിക ദിനം എന്നാണ്? കേരള കായിക ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ആൻസർ ഓപ്ഷൻ എ, ഒക്ടോബർ 13-നാണ്. CV രാമൻപിള്ളയുടെ ചരിത്ര നോവലുകളെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? കാർത്തിക തിരുനാൾ രാമവർമ്മയെ തിരുവിതാംകൂർ ഭരിക്കുന്ന രാജാവായി അവതരിപ്പിക്കുന്ന ചരിത്ര നോവലുകളാണ് ധർമ്മരാജ, രാമരാജ ബഹദൂർ എന്ന് പറയുന്നത്. അത് ശരിയാണ്. എട്ടുവീട്ടിൽ പിള്ളമാരുടെ പിൻഗാമികൾ രാജാവിനെതിരെ നടത്തിയ ആന്തരിക ഗൂഢാലോചനയാണ് രാമരാജ ബഹദൂർ എന്ന നോവൽ പ്രധാനമായും ചിത്രീകരിക്കുന്നത്. അത് തെറ്റായിട്ട് വരുന്നു. ധർമ്മരാജയിലും അതിൻ്റെ തുടർച്ചയായ രാമരാജ ബഹദൂറിലും രാജാ കേശവദാസ് ഒരു കേന്ദ്ര കഥാപാത്രമാണ്. അത് ശരിയാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്, 1ഉം 3ഉം ആണ് ശരിയായിട്ട് വന്നത്. കാർത്തിക തിരുനാൾ രാമവർമ്മയെ തിരുവിതാംകൂർ ഭരിക്കുന്ന രാജാവായി അവതരിപ്പിക്കുന്ന ചരിത്ര നോവലുകളാണ് ധർമ്മരാജയും രാമരാജ ബഹദൂറും. ധർമ്മരാജയിലും അതിൻ്റെ തുടർച്ചയായി രാമരാജ ബഹദൂറിലും രാജാ കേശവദാസ് ഒരു കേന്ദ്ര കഥാപാത്രമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശരിയായ പ്രസ്താവന ഏതാണ്? കാക്കനാടൻ എന്ന തൂലികാനാമത്തിൽ എഴുതുന്ന വ്യക്തിയാണ് ജോർജ് വർഗീസ്. ശരിയാണല്ലേ, കാക്കനാടൻ ജോർജ് വർഗീസ്. പി കുഞ്ഞനന്ദൻ നായരുടെ തൂലികാനാമം തിക്കോടിയൻ എന്നാണ്. ഇതും ശരിയാണ്. EJ ഫിലിപ്പിൻ്റെ തൂലികാനാമം കോവിലൻ എന്നാണെന്ന് പറഞ്ഞിരിക്കുന്നു. നമുക്കറിയാം കോവിലൻ എന്ന് പറയുന്നത് ആരുടേതാണ്? VV അയ്യപ്പൻ്റേതാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ, 1ഉം 2ഉം ആണ് ശരിയായിട്ട് വരുന്നത്. കാക്കനാടൻ ജോർജ് വർഗീസ്, പി കുഞ്ഞനന്ദൻ നായർ തിക്കോടിയൻ, അതുപോലെ കോവിലൻ VV അയ്യപ്പൻ. മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ ചിത്രത്തിൻ്റെ തിരക്കഥാകൃത്ത് ആരാണ്? മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ ചിത്രം ഏതാണ്? ബാലനാണ് അല്ലേ. ഇതിലെ തിരക്കഥാകൃത്താണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, മുതുകുളം രാഘവൻ പിള്ള. ഇനി പറയുന്നതിൽ ഏതാണ് ഒരു ഗുഹാക്ഷേത്രം? ഗുഹാക്ഷേത്രം തന്നിരിക്കുന്നതിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, കല്ലിൽ ക്ഷേത്രം. ഇന്ത്യയിൽ ബിരുദ വിദ്യാഭ്യാസം നേടിയ ആദ്യ ദളിത് മലയാളി വനിത ആരാണ്? ഇന്ത്യയിൽ ബിരുദ വിദ്യാഭ്യാസം നേടിയ ആദ്യ ദളിത് മലയാളി വനിത ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ദാക്ഷായണി വേലായുധൻ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇതുവരെ PSC നടന്ന പരീക്ഷകളിൽ 2026 നടന്ന പരീക്ഷകളിൽ ചോദിച്ച ചോദ്യങ്ങൾ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ.